പട്ടാപ്പകൽ വീട് കയറി യുവാവിനെ തട്ടിക്കൊണ്ടുപോവുക, ഒരാഴ്ചയോളം കേരളത്തിന് പുറത്ത് തടവിൽ പാർപ്പിക്കുക. ആ 21-കാരനായി നാട് മുഴുവൻ കാത്തിരിക്കവേ, പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കവേ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ടാക്സിയിൽ അവനെ കണ്ടെത്തുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയും കോഴിക്കോട് കൊടുവള്ളിയിലെ നാട്ടുകാർ. ഒരാഴ്ച മുൻപാണ് ഇവിടെ കിഴക്കോത്ത് സ്വദേശിയായ അന്നൂസ് റോഷനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. ജ്യേഷ്ഠൻ വാങ്ങിയ പണത്തിനായി അനുജനെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ വാർത്ത പരന്നു. പിന്നീട് തട്ടിക്കൊണ്ടുപോയവർ തന്നെ ഒന്നും ചെയ്തില്ല, താൻ ഉറങ്ങവേ പാതി വഴിയിൽ അവർ ഇറങ്ങിപ്പോയി എന്നൊക്കെ പിന്നീട് അന്നൂസിന്റെ പ്രതികരണവും എത്തി. എന്താണ് അന്ന് ശനിയാഴ്ച കൊടുവള്ളിയിൽ സംഭവിച്ചത്? ആ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മാത്രമാണോ ഉണ്ടായിരുന്നത്? ദുരൂഹതകൾ ഏറെ നിറഞ്ഞ അന്നൂസ് റോഷൻ കേസ് പരിശോധിക്കുകയാണ് ഇന്ന് ജനറൽ ഡയറി. സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് 17-നാണ് കൊടുവള്ളിക്ക് സമീപം പരപ്പാറയിലുള്ള ആയിക്കോട്ടിൽ വീട്ടിൽ അന്നൂസ് റോഷനെ 7-അംഗ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷേ ആ തീയതിക്കും എത്രയോ മുൻപ് അത്തരമൊരു സംഭവം നടക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു പരപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും. പ്രവാസിയാണ് അന്നൂസിന്റെ ജ്യേഷ്ഠൻ അജ്മൽ. 1.5 മാസം മുൻപ് ദുബൈയിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ച ഇയാൾ പക്ഷേ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. 1-2 തവണ വാട്സാപ്പിൽ ബന്ധപ്പെട്ടതല്ലാതെ ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല വീട്ടുകാർക്ക്. ദുബൈയിൽ അജ്മലിന് ചില പണമിടപാടുകളുള്ളതായി വീട്ടുകാർക്കറിയാം. കൊടുവള്ളിയിൽ തന്നെയുള്ള ഷാഫി എന്നയാൾക്ക് മാത്രം 50 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട് അജ്മൽ. മറ്റു ചിലർക്കായി 40 ലക്ഷവും. ഈ 40 ലക്ഷം കൊടുക്കാനുള്ള ആളുകൾ 2-3 തവണ അജ്മലിന്റെ വീട്ടിലെത്തി പിതാവ് അബ്ദുൾ റഷീദിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കടം തങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടാമെന്നും സാവകാശം തരണമെന്നുമൊക്കെ അബ്ദുൾ റഷീദ് പലതവണ പറയുകയും ചെയ്തു. ഒടുവിൽ ഇവർ വന്നത് അന്ന് ശനിയാഴ്ചയായിരുന്നു, അതും അബ്ദുൾ റഷീദിനെ ലക്ഷ്യം വെച്ച്. ഒരു കാറിലും ബൈക്കിലുമായി 7 പേരുണ്ടായിരുന്നു അവർ. കത്തിയും മറ്റായുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറിയ അവർ അബ്ദുൾ റഷീദിനെ കയ്യേറ്റം ചെയ്തു. തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് റഷീദിനെ വണ്ടിയിലിട്ട് പോകാനായിരുന്നു പദ്ധതി. എന്നാൽ ഇടയ്ക്ക് കയറിയ മകൻ അന്നൂസ് ആ നീക്കം തടഞ്ഞു. ഉടനെ അന്നൂസിന് നേരെയായി പരാക്രമം. റഷീദിനും ഭാര്യയ്ക്കും എന്തെങ്കിലും ചെയ്യാനാകും മുൻപ് തന്നെ അന്നൂസിനെയും വണ്ടിയിൽ കയറ്റി അക്രമി സംഘം പാഞ്ഞു. അടുത്തടുത്ത വീടുകളുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് പട്ടാപ്പകൽ ഈ അതിക്രമം അത്രയും നടന്നത്. യുവാവിനെ വണ്ടിയിലിട്ട് പാഞ്ഞ വഴി ഇടയ്ക്ക് ചായ കുടിക്കലും വിശ്രമിക്കലും ഒക്കെയായി സമയമേറെ എടുത്തിരുന്നു പ്രതികൾ. മൈസൂരുവിലേക്കായിരുന്നു യാത്ര. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ആ ശനിയാഴ്ച രാത്രിയും പിറ്റേന്ന് പകലും 4 പേരും അന്നൂസും കാറിനുള്ളിൽ തന്നെ കഴിഞ്ഞു. ഇതിനിടെ കൊണ്ടോട്ടിൽ വെച്ച് അന്നൂസിന് ഡ്രസ്സും ഭക്ഷണവും അടക്കം വാങ്ങി നൽകിയിരുന്നു പ്രതികൾ. പിന്നീട് യുവാവുമായി മൈസൂരിലേക്ക് പോകും വഴി 2 പേർ വഴിയിലിറങ്ങി. കൊടുവള്ളിയിൽ നിന്ന് മൈസൂർ വരെ CCTV ക്യാമറകൾ അധികമില്ലാത്ത വഴികളാണ് അക്രമി സംഘം തെരഞ്ഞെടുത്തത്. അവിടെ ഒരു ഉൾപ്രദേശത്തായിരുന്നു അന്നൂസിനെ പാർപ്പിച്ച രഹസ്യ കേന്ദ്രം. തുടർന്ന് 4 ദിവസത്തോളം അവിടെ. ഈ സമയം കൊണ്ട് പറ്റാവുന്നത്ര CCTV ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ച് കേസിൽ തുമ്പുണ്ടാക്കിയിരുന്നു പോലീസ്. പ്രതികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയവരെ കണ്ടെത്തിയതോടെ പ്രതികൾക്കായി അന്വേഷണം വളരെ വേഗം വ്യാപിച്ചു. അജ്മൽ പണം നൽകാനുള്ള ഷാഫി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് പ്രതികൾക്കൊപ്പം ഷാഫി സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ്. വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് അന്നൂസിന്റെ മാതാവ് ജമീല ഇയാൾക്കെതിരെ പരാതിയും നൽകിയിരുന്നു. അന്നൂസുമായി പ്രതികൾ കർണാടകയിലേക്ക് കടന്നു എന്ന സൂചനയിൽ ഇവിടെ തിരച്ചിൽ വ്യാപകമാക്കിയിരുന്നു പോലീസ്. പ്രതികളെന്ന് സംശയിക്കുന്ന 4 പേരുടെ ലുക്കൌട്ട് നോട്ടീസ് കർണാടകയിലെ ഹോട്ടൽ റിസോർട്ട് പ്രദേശങ്ങളും പ്രദർശിപ്പിച്ചു പോലീസ്. ജാഫർ, നിയാസ്, ബഷീർ, ഷിബു എന്നിവരായിരുന്നു ആ ലുക്കൌട്ട് നോട്ടീസിലെ പ്രതികൾ. ഈ ലുക്കൌട്ട് നോട്ടീസ് കണ്ടതോടെ പിടിക്കപ്പെടുമെന്ന് പ്രതികൾക്ക് ഉറപ്പായി. അന്നൂസിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിലാണ് പിന്നീട് നടന്നത്. ബുധനാഴ്ച രാത്രി മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ടാക്സി വിളിച്ച് അന്നൂസുമായി പ്രതികൾ കേരളത്തിലേക്ക് തിരിച്ചു. കുറച്ചു പണം ടാക്സി ഡ്രൈവർക്ക് നൽകിയ ശേഷം ബാക്കി ഇറങ്ങുന്ന സ്ഥലത്ത് മറ്റൊരാൾ തരുമെന്നാണ് പ്രതികൾ അറിയിച്ചിരുന്നത്. കേരള അതിർത്തിയിലെത്തുന്നതിന് മുൻപ് തന്നെ കാറിലുണ്ടായിരുന്ന 2 പേർ ഇറങ്ങി. പിന്നാലെ യുവാവിനെ കൊണ്ടോട്ടിലെത്തിക്കാൻ ഡ്രൈവറെ വിളിച്ച് ഒരാൾ ആവശ്യപ്പെട്ടു. കൊണ്ടോട്ടിലേക്കുള്ള യാത്രാമധ്യേ അന്വേഷണ സംഘം കാർ തടഞ്ഞ് യുവാവിനെ കണ്ടെത്തി. കാറിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അല്പം ഭയപ്പാടോടെയും ആശങ്കയോടെയും ഒക്കെയാണ് അന്നൂസ് വിവരിച്ചത്. എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് വിടണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടൊന്നും പറഞ്ഞു. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പരിചയമില്ലാത്തവരാണ്, അറിയില്ല, ആരെയും അറിയില്ല. 6 പേരുണ്ട്, അറിയില്ല. തന്നെ ഉപദ്രവിച്ചില്ലെന്നും ഭക്ഷണം വാങ്ങി തന്നു എന്നുമൊക്കെ പറയുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ എല്ലാ ആശ്വാസവും അന്നൂസ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് അധികമൊന്നും വിശദീകരിക്കാൻ അന്നൂസ് നിന്നില്ല. പോലീസിന്റെ നിർദ്ദേശമുണ്ട് എന്ന വാചകത്തിൽ പിന്നീട് പറയാനുള്ളതെല്ലാം അവൻ വിഴുങ്ങി. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന നെടുവീർപ്പോടെ പിന്നീട് മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക്. നിലവിൽ കേസിലെ മുഖ്യപ്രതി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൂസിനെ തട്ടിക്കൊണ്ടു പോകാനായി ബൈക്കിലെത്തിയ 2 പേരിൽ ഒരാളായ നിയാസ് ആണ് മുഖ്യപ്രതി. ഇയാളെ കൂടാതെ പ്രതികൾക്ക് വണ്ടി വാടകയ്ക്ക് നൽകിയ 2 യുവാക്കളെയും ഷാഫി എന്നയാളെയും പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു.
ആകെ കൊഴിഞ്ഞു പറഞ്ഞ ഈ കേസിൽ തെളിവുകൾ ഏറെ ഉണ്ടായിട്ടും കൂട്ടിച്ചേർക്കാനാകാതെ കിടക്കുന്ന ഭാഗങ്ങൾ ഒരുപാടുണ്ട്. വണ്ടിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അധികമൊന്നും പറയരുത് എന്ന പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട് അന്നൂസിന്. ഈ വിവരം പുറത്തു വന്നാൽ വൻപൻ സ്രാവുകളടക്കം കുടുങ്ങും എന്നതാണോ അവസ്ഥ? ഇതൊക്കെ അറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത്.